നമസ്കാരം. രാജ്യത്ത് തന്നെ ഏറ്റവും കൂടുതൽ വിദ്യാസമ്പന്നരായിട്ടുള്ള ആൾക്കാരുള്ള ഒരു സംസ്ഥാനമാണ് കേരളം എന്ന് പറയുന്നത്. ആ വിദ്യാസമ്പത്തിനോടൊപ്പം തന്നെ നന്നായിട്ടുള്ള ആശയങ്ങൾ ഉള്ളവരും കൂടിയാണ് കേരളക്കാർ. അതായത് ബിസിനസ് പരമായിട്ടും ഒരു ബിസിനസ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് രണ്ടാമത്തെ കാര്യമാണ്. പക്ഷെ നല്ല ആശയങ്ങൾ ഒരുപാട് ആൾക്കാരുടെ ഇടയിലുണ്ട്. അതിൽ കുറച്ചെങ്കിലും പേര് സ്വന്തമായിട്ട് ഒരു ബ്രാൻഡുകൾ ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. നമ്മുടെ കേരളത്തിൽ അറിയപ്പെടുന്ന ഒരുപാട് ബിസിനസ് സാമ്രാജ്യങ്ങളൊക്കെ ഉണ്ടാക്കിയ അറിയപ്പെടുന്ന ഒരു സിറ്റിയാണ് പെരിന്തൽമണ്ണ എന്ന് പറയുന്നത്. ഈ മലപ്പുറത്തെ പെരിന്തൽമണ്ണയിലെ 4 യുവാക്കൾ ചേർന്നിട്ട് ഒരു വലിയ ഒരു ബ്രാൻഡ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടു. ആ ബ്രാൻഡ് ഇന്ന് രാജ്യത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും വിപുലീകരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതായത് ഒരു ഫ്രാഞ്ചൈസി മോഡൽ. അപ്പോൾ ഈ ഒരു ഫ്രാഞ്ചൈസി മോഡലിൻ്റെ പേര് എന്ന് പറഞ്ഞ് സ്കൂപ്സോ എന്നാണ്. ഒരു ഐസ്ക്രീം ബ്രാൻഡാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു ഐസ്ക്രീം ബ്രാൻഡ് നമുക്കും നമ്മുടെ നാട്ടിൽ ഇവരുടെ ഒരു ഫ്രാഞ്ചൈസി എടുത്തുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യാം, എത്രത്തോളം നമുക്ക് അതിൽ റിട്ടേൺ കിട്ടും, എന്തൊക്കെയാണ് നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് എന്നതിനെ കുറിച്ചൊക്കെയാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. സോ നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെയുള്ള അറിവുകൾക്കായിട്ട് ഞങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കമൻറ്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. എപ്പോഴും ബിസിനസ്സുകളെ കൂടുതലായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ബിസിനസ്സിനോട് കൂടുതലായിട്ട് ഇഷ്ടപ്പെടുന്ന വ്യക്തി കൂടിയാണ്. എന്താ കാരണം എന്ന് വെച്ചാൽ നമ്മുടെ ജോലിയിൽ നിന്ന് നമുക്ക് കിട്ടുന്ന റവന്യൂ, ബിസിനസ്സിൽ നിന്ന് നമുക്ക് കിട്ടുന്ന റവന്യൂ രണ്ടും രണ്ട് തരത്തിലാണ് കാണാൻ പറ്റുന്നത്. ഉദാഹരണം, എത്രയോ പഠിച്ചിട്ട് നമ്മളൊരു ഗവൺമെൻറ് ജോബിൽ ഒരു പ്ലേസ്ഡ് ആണെങ്കിൽ ഒരു 50,000 റുപ്പീസ് സാലറി കിട്ടുകയാണെങ്കിൽ നമുക്ക് എത്രത്തോളം നമുക്ക് സേവ് ചെയ്യാൻ പറ്റും ഒന്ന് ചിന്തിച്ച് നോക്കൂ. ഒരു 25,000 റുപ്പീസ് നമുക്ക് സേവ് ചെയ്യാൻ പറ്റിയെന്ന് വിചാരിക്കാം. 50% ഒരിക്കലും അത് പറ്റാറില്ല. നമുക്ക് കിട്ടിയ സാലറിക്കൊപ്പം കൂടുതൽ കടവും കൂടി വരുന്ന സാഹചര്യമാണ് എല്ലാവർക്കും ഉള്ളത്, എല്ലാ എംപ്ലോയീസിനും ഉള്ളതെന്ന് എനിക്കറിയാം. എന്നിരുന്നാലും ഒരു 50% ആയ 25,000 അദ്ദേഹം സേവ് ചെയ്യുകയാണെങ്കിൽ 10 മാസം കൊണ്ട് എത്ര സേവ് ചെയ്യാൻ പറ്റും ഒന്ന് ചിന്തിച്ചു. 2.5 ലക്ഷം രൂപയാണ്. ഒരു വർഷം കൊണ്ട് 3 ലക്ഷം രൂപ സേവ് ചെയ്യാൻ പറ്റും. 10 വർഷം കൊണ്ട് അദ്ദേഹത്തിന് സേവ് ചെയ്യാൻ പറ്റുന്നത് വെറും 30 ലക്ഷം രൂപ. 10 വർഷം കൊണ്ട് ടെക്നോളജി മാറും, സിസ്റ്റം മാറും, ലോകമേ മാറിപ്പോകുന്ന ഒരു സാഹചര്യം, ലോകമേ മാറിപ്പോകുന്ന അന്നത്തെ 10 വർഷം കഴിഞ്ഞിട്ട് ഈ സേവ് ചെയ്ത 30 ലക്ഷം രൂപ കൊണ്ട് കുറച്ച് സ്ഥലം വാങ്ങിക്കാൻ പറ്റുമോ? ഒരു വീട് നമുക്ക് പണിയാൻ പറ്റും? ഒരിക്കലും പറ്റില്ല. ഒരു നല്ലൊരു കാറ് വാങ്ങിക്കാൻ പറ്റും? 10 വർഷം കഴിഞ്ഞു. ആകെ നമുക്ക് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ അവന് വർക്ക് ചെയ്യാൻ പറ്റുന്ന, അവന് എഫേർട്ട് ഇടാൻ പറ്റുന്ന, അല്ലെങ്കിൽ അവന് ആഗ്രഹങ്ങൾ ഫുൾഫിൽ ചെയ്യാൻ വേണ്ടിയിട്ട് കിട്ടുന്നത് വെറും 10 വർഷമേ ഉള്ളൂ. എല്ലാവരും ചിന്തിക്കുന്നത് 15, 20, 30 വർഷമൊക്കെ ഉണ്ടല്ലോ എനിക്ക് ജീവിതം. ഒരിക്കലും ഇല്ല. 10 വർഷം മാത്രമേ കിട്ടുള്ളൂ. ബാക്കിയുള്ള വർഷങ്ങളൊക്കെ നമുക്ക് പല കാര്യം നമ്മുടെ കുടുംബപരമായിട്ടും യങ് ഏജിൽ നമ്മൾ എൻജോയ് ചെയ്തിട്ടും ഒക്കെ നമ്മൾ കളയും. ആകെ 10 വർഷമേ നമുക്ക് ഒരു പ്രൊട്ടക്റ്റീവായിട്ട് നന്നായിട്ട് നമുക്ക് കിട്ടുള്ളൂ. ആ 10 വർഷം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ 10 വർഷം കൊണ്ട് ഒരു ജോബ് കൊണ്ട് ഒരിക്കലും നമുക്ക് സെറ്റിൽ ചെയ്യാൻ പറ്റില്ല. ഇനി അവസാന കാലഘട്ടങ്ങളിൽ പെൻഷൻ കിട്ടും എന്നുള്ള ആഗ്രഹമാണെങ്കിൽ എന്തിന്? അവസാനം ആകുമ്പോഴേക്ക് നമുക്ക് ഈ പെൻഷൻ തുക ഒരു ലക്ഷമോ അല്ലെങ്കിൽ 50,000 കിട്ടിയിട്ട് ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല. ഒരു ലോക രാജ്യങ്ങളിൽ എവിടെയെങ്കിലും ട്രാവൽ ചെയ്യാൻ പറ്റും, ചിലപ്പോൾ നടക്കാൻ പറ്റില്ല. അപ്പോൾ അസുഖങ്ങളുണ്ടാവും, അതുണ്ടാവും, ഇതുണ്ടാവും. ഈ പൈസ കിട്ടിയിട്ട് എന്താ കാര്യം? ആ പൈസയിൽ ഭൂരിഭാഗം നമ്മുടെ മക്കൾക്കായിട്ടോ കുറച്ച് ചാരിറ്റിക്കൊക്കെ ആയിട്ട് യൂസ് ചെയ്യാറുള്ള എല്ലാവരും. അപ്പോൾ അതുകൊണ്ട് ഓർക്കുക, 10 വർഷത്തിനിടെ നല്ല ഹ്യൂജ് ആയിട്ടുള്ള പൈസ ഉണ്ടാക്കണമെങ്കിൽ അവിടെ ഒരു ബിസിനസ് തിയറി തന്നെ വേണം. എന്നിട്ട് ജോലിക്കാരെ മോശം പറയുന്നൊന്നുമല്ല. ഇതിനോട് താല്പര്യമുള്ള പാഷനേറ്റ് ആയ ആൾക്കാർക്ക് ബിസിനസ് ചെയ്യാൻ പറ്റും. അല്ലാതെ ഒരു ജോലി തന്നെ ചെയ്യണം. എല്ലാവർക്കും ഒരിക്കലും ബിസിനസ്സിനോട് പാഷനേറ്റ് ആവാൻ സാധിക്കില്ല എന്നത് പരമാർത്ഥമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞിട്ട് ബിസിനസ് തിയറിയിലേക്ക് പോകുന്നില്ല, തിരിച്ച് ഞാൻ വീണ്ടും വരികയാണ് സ്കൂപ്സോയിലേക്ക് എത്തുക. അപ്പോൾ സ്കൂപ്സോയിൽ ഇങ്ങനെ ബിസിനസ് മെൻറ്റാലിറ്റിയുള്ള 4 ചെറുപ്പക്കാർ തുടങ്ങി ഒരു ബ്രാൻഡ് തുടങ്ങി, ഐസ്ക്രീം ബ്രാൻഡ്. ഈ ഒരു ഐസ്ക്രീം ബ്രാൻഡ് സ്കൂപ്സോ അവർ തുടങ്ങിയ സമയത്ത് ഏതൊരു ബ്രാൻഡിനും അതിൻ്റെ ഒരു ടേസ്റ്റ്, ആ ഒരു ബ്രാൻഡിനകത്തുള്ള ചില റെസിപ്പീസ് ഉണ്ടാവും. ലൈക്ക് KFCക്കകത്ത് ഒരു റെസിപ്പി ഉണ്ട്. ഇന്ന് എത്ര വലിയ ബിഗ് ബ്രാൻഡുകൾ പല രീതിയിൽ KFCയുടെ പല പേരുകൾ കോപ്പി അടിച്ചിട്ട് അതിൻ്റെ തൊട്ട് മുന്നേ AFC എന്നും CFC എന്നും DFC എന്നും ZFC എന്നും SFC എന്നും പല പേരിൽ, ഇപ്പോൾ എനിക്ക് വേണമെങ്കിൽ VFC എന്ന് പറഞ്ഞിട്ട് എനിക്കും തുടങ്ങാം. അങ്ങനെ പല 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 പേരുകളിൽ ഫ്രണ്ടിൽ പലതും ചേർത്തിട്ട് എത്ര വലിയ ബ്രാൻഡുകൾ എങ്ങനെയൊക്കെ തുടങ്ങിയാലും KFC എന്ന് പറഞ്ഞാൽ KFC തന്നെയാണ്, അതിലൊരു മാറ്റമില്ല. അവിടെ പോയിട്ട് KFCയുടെ ഒരു ബ്രാഞ്ച് നമ്മുടെ ഏരിയയിൽ വന്നു കഴിഞ്ഞാൽ അവിടെ ആളിൻ്റെ ചാകരയാണ്, ജനക്കൂട്ടമാണ് നമുക്കിങ്ങനെ കാണാൻ സാധിക്കും. എപ്പോഴും ബിസി ആയിരിക്കും, തിരക്കായിരിക്കും. അത് അദ്ദേഹത്തിൻ്റെ ആ ഒരു റെസിപ്പിയുടെ പ്രത്യേകത തന്നെയാണ്. അതേപോലെയാണ് സ്കൂപ്സോയ്ക്കും ഒരു റെസിപ്പി ഉണ്ട്. ആ റെസിപ്പി തന്നെയാണ് അവരെ ഇന്ന് രാജ്യാന്തര തലത്തിൽ എല്ലാ സ്ഥലങ്ങളിലേക്കും വിപുലീകരിക്കാനുള്ള അല്ലെങ്കിൽ അവരുടെ ഫ്രാഞ്ചൈസി എടുക്കാനുള്ള സാധ്യത ഉണ്ടാക്കുന്നത്. തീർച്ചയായിട്ടും സ്കൂപ്സോൻ്റെ ഫ്രാഞ്ചൈസി എടുക്കുന്നതിന് മുമ്പ് ഞാൻ ഒരിക്കലും പറയുന്നില്ല അത് പോയിട്ട് ഇന്ന് തന്നെ നിങ്ങൾ എടുക്കണം, അത് ഇങ്ങനെയാണ് അങ്ങനെയാണ്. ആദ്യം പോയിട്ട് നിങ്ങൾ ടേസ്റ്റ് ചെയ്ത് നോക്കുക. ഒരു ഷോറൂമിൽ പോകാൻ ടേസ്റ്റ് ചെയ്ത് നോക്കുക. അവരുടെ എങ്ങനെയുണ്ട് സെറ്റപ്പ്, കാര്യങ്ങൾ, എല്ലാവരും നമ്മളോട് പെരുമാറുന്ന രീതികൾ, അവരുടെ സിസ്റ്റംസ് എല്ലാം ചെക്ക് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ വെരിഫൈഡ് ആണ്, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഫ്രാഞ്ചൈസിയുടെ കാര്യങ്ങളൊക്കെ നമുക്ക് ഒന്ന് സംസാരിക്കാം. പ്രധാനമായിട്ടും ഇവരുടെ ഫ്രാഞ്ചൈസി നമുക്ക് തുടങ്ങാൻ വേണ്ടിയിട്ട് 1 ലക്ഷം രൂപയാണ് നമുക്ക്
ചാർജ് വരുന്നത്. അതായത് ഒരു ഫ്രാഞ്ചൈസി എടുക്കാനുള്ള ഒരു ചിലവ് എന്ന് പറയുന്നത് എല്ലാ സ്ഥലങ്ങളിലും ചെയ്യാൻ പറ്റും. ഔട്ട്ലെറ്റിന് വേണ്ടിയിട്ടുള്ള മറ്റുള്ള സജ്ജീകരണങ്ങളെല്ലാം നിങ്ങൾ തന്നെ ചെയ്യണം. 1 lakh ഇവരുടെ പേയ്മെൻറ്റ് കാര്യങ്ങളൊക്കെ വരുന്നത്. അതിൽ വ്യത്യാസം കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അവർ നേരിട്ട് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിപ്പോൾ അവരുടെ ഒരു വെബ്സൈറ്റ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. വളരെ സിമ്പിളായിട്ടുള്ള വെബ്സൈറ്റാണ്, ഒരുപാട് കാര്യങ്ങളൊന്നുമില്ല. അവരുടെ 1-2 ബ്രാൻഡുകളുടെ പ്രോഡക്റ്റുകളുടെയും അതുപോലെ തന്നെ അവരുടെ സ്റ്റോറുകളുടെയും ഡീറ്റെയിൽ ആണ് ഇതിനകത്തുള്ളത്. ആദ്യമായിട്ട് നമുക്ക് പരിശോധിക്കാം എന്തൊക്കെ പ്രോഡക്റ്റുകളാണുള്ളത്. ഒന്ന് ഐസ് പോപ്പ് സൈക്കിൾ ഉണ്ട്, അതുപോലെ ഐസ്ക്രീംസ് ലൈക്ക് ഐസ്ക്രീംസുമായി ബന്ധപ്പെട്ടുള്ള കുറേ പ്രോഡക്റ്റ്സ് ആണ് ഇവരുള്ളത്. അതുപോലെ സിപ്പപ്പ് കാര്യങ്ങൾ ഇവിടെ കാണാൻ പറ്റും. ഐസ്ക്രീമിൻ്റെ ബൾക്ക് പാക്കുകൾ, അതുപോലെ ക്ലാസിക് കപ്പ് ഐസ്ക്രീം അതുണ്ട്. ഐസ് പോപ്പ് സൈക്കിൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവമുണ്ട്. ഇത് എന്ത് പ്രോഡക്റ്റ് ആണെന്ന് എനിക്കറിയില്ല. ലൈക്ക് സാധാരണ നമ്മൾ ഈ പറഞ്ഞ ചോക്കോ ബാറൊക്കെ ഇല്ല അതുപോലെയുള്ള പ്രോഡക്റ്റ് ആണെന്ന് തോന്നുന്നു. ഐ തിങ്ക് അതിൻ്റെ ഫുൾ ഡീറ്റെയിലേക്ക് പോകാൻ പറ്റുന്നില്ല, കാരണം അവരുടെ വെബ്സൈറ്റിനകത്ത് കമ്മിങ് സൂൺ എന്ന് പറഞ്ഞ് എഴുതി കാണിക്കുകയാണ്. ആ പ്രോഡക്റ്റിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഇല്ല. സിമ്പിൾ ഇത്ര പ്രോഡക്റ്റുകളാണ് കാണിക്കുന്നത്. ഇനി നമുക്ക് ഇവരുടെ ഷോറൂമുകൾ കാണാൻ പറ്റും. എല്ലാ സ്ഥലങ്ങളിലും ഇവർക്ക് ഷോപ്പുകളുണ്ട്. ആ ഷോപ്പുകളുടെ കോൺടാക്ട് നമ്പറും അവരുടെ മാപ്പും കാര്യങ്ങളൊക്കെയാണ് ഈ കൊടുത്തിട്ടുള്ളത്. പല സ്ഥലങ്ങളിലും ബ്രാഞ്ചുകളുണ്ട്. ഇത് നല്ല ലുക്കുള്ള ഒരു ഓഫീസാണ്. എനിക്ക് തോന്നുന്നു ഇവരെ ഈ ഓഫീസുകൾ ഈ പറഞ്ഞ എല്ലാ ഔട്ട്ലെറ്റുകളും കണ്ടപ്പോൾ ഇതിനകത്ത് ഒരു യുണീക്കായിട്ടുള്ള ഒരു പാറ്റേൺ എല്ലായിടത്തും ഫോളോ ചെയ്യുന്നില്ല എന്നാണ് തോന്നുന്നത്. ഒരു യുണീക്ക് ഒരു പാറ്റേൺ ഉണ്ടാവുമല്ലോ, ആ പാറ്റേൺ ഫോളോ ചെയ്യുന്നില്ല എന്ന് തോന്നുന്നു. ഐ തിങ്ക് ആ ഒരു യുണീക്കായിട്ടുള്ള ഒരു ഷോപ്പിൻ്റെ ഒരു മോഡലും ആ ഒരു പാറ്റേണും കൂടി ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ അടിപൊളിയായിട്ട് മാറിയേനെ. അവർ നല്ല രീതിയിൽ ഫ്രാഞ്ചൈസികളുടെ എണ്ണം വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. കൂടുതൽ ബ്രാഞ്ചുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ നാടായ കാഞ്ഞങ്ങാട് ഇവരുടെ ബ്രാഞ്ച് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതിനകത്ത് വന്നിട്ടില്ല. ഞാനവിടെ പോയിട്ടില്ല. എന്തായാലും പോയി കഴിഞ്ഞിട്ട് ഒരു ഐസ്ക്രീമൊക്കെ കഴിച്ചിട്ട് എങ്ങനെയുണ്ട് അഭിപ്രായം എന്ന് പറയാം. ഇതേപോലെയുള്ള മറ്റൊരു പെരിന്തൽമണ്ണയിൽ അവിൽ മിൽക്കുമായി ബന്ധപ്പെട്ടുള്ള ഒരു അടിപൊളിയായിട്ടുള്ള ഒരു ബ്രാൻഡ് കൂടിയുണ്ട്. ആ ബ്രാൻഡ് ഭയങ്കര സാധ്യതയുള്ള, അവിടെ ഞാൻ പോയിട്ട് ഈ അവിൽ മിൽക്ക് ടേസ്റ്റ് ചെയ്തിട്ടുണ്ട്. സൂപ്പറാണ്, നല്ല എക്സൈറ്റ്മെൻറ്റ് കിട്ടിയിട്ടുണ്ട്. ഒരുപാട് ആൾക്കാരെ ഞാൻ അവിടെ എൻ്റെ ഫ്രണ്ട്സ് റിലേറ്റീവ്സ് ഒക്കെ വന്നു കഴിഞ്ഞാൽ അവരെ കൂട്ടിയിട്ട് ജസ്റ്റ് ഒന്ന് പോയിട്ട് ചില്ലാക്കാൻ വേണ്ടിയിട്ട് അവിടെ കൊണ്ടുപോകാറുണ്ട്. ആ ഒരു ബ്രാൻഡിൻ്റെ വിശദാംശങ്ങളിൽ നമുക്ക് പിന്നീട് നമുക്ക് എന്തായാലും വരാം. ഈ ഒരു ബ്രാൻഡ് ഇതിൻ്റെ ഒരു ഫ്രാഞ്ചൈസി നിങ്ങളുടെ നാട്ടിൽ സ്റ്റാർട്ട് ചെയ്യണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവരെ നിങ്ങൾക്ക് നേരിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ ഇവരുടെ കോൺടാക്റ്റസ് എന്ന് പറഞ്ഞ പേജ് ഉണ്ട്. ഇതിനകത്ത് 2 നമ്പർ കൊടുത്തിട്ടുണ്ട്. ഇതാണ് അവരുടെ ഫോൺ നമ്പർ 1, നമ്പർ 2. അതുപോലെ ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് സോഷ്യൽ മീഡിയ ഹാൻഡിൽസ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അങ്ങാടിപ്പുറത്താണ് ഇവരുടെ ഓഫീസ് കാര്യങ്ങളൊക്കെ വരുന്നത്. കണ്ടോ, ഇവിടെ അങ്ങാടിപ്പുറം കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവരുടെ മെയിൽ ID കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഓഫീസ് അഡ്രസ്സ്. PT ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് എന്നാണ് ഇവരുടെ കമ്പനിയുടെ പേര്. PT ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ഇവരുടെ കമ്പനീസിന്റെ അഡ്രസ്സാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ എബോട്ടസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പേജ് ഉണ്ട്. ഈ പേജിനകത്ത് കുറച്ച് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഹലോസി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രാൻഡ്, സ്കൂപ്സോ എന്ന് പറഞ്ഞിട്ടുള്ള മറ്റൊരു ബ്രാൻഡ്. ഈ 2 ബ്രാൻഡാണ് സബ് ബ്രാൻഡ്. ഇവർക്ക് 2 ബ്രാൻഡുകളാണ് ഉള്ളത്. ഐസ്ക്രീം മാനുഫാക്ചേഴ്സ് ആണ് ഇവർ, സ്കൂപ്സോ എന്ന് പറയുന്നത്. 2019 ഇവർ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. യങ് ഓണ്ടർപ്രണേഴ്സ് എന്ന് പറഞ്ഞല്ലോ, 4 ചെറുപ്പക്കാരാണ് ഇവർ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ഇവരുടെ വ്യത്യസ്ത തരത്തിലുള്ള ടേസ്റ്റും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇവരിവിടെ കൊടുത്തിട്ടുണ്ട്. എന്തായാലും അടിപൊളിയായിട്ടുണ്ട്. പ്രോഡക്ട്സുമായി ബന്ധപ്പെട്ടുള്ള കൂടുതലായിട്ടുള്ള ഓരോ ഇൻഫർമേഷൻ അവൈലബിൾ അല്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, അവരുടെ ഏതെങ്കിലും ഔട്ട്ലെറ്റിലോ അല്ലെങ്കിൽ ഈ നമ്പറിലോ കോൺടാക്ട് ചെയ്ത് അവർ അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ അയച്ചു തരും. അതിൽ എത്ര വേരിയൻറ്റുകളുണ്ട്, അതുപോലെ തന്നെ അതിൻ്റെ പ്രൈസിങ്, അതുപോലെ തന്നെ ഫ്രാഞ്ചൈസിയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് കാര്യങ്ങൾ 1 lakh എന്നാണ് നമുക്ക് അറിയാൻ പറ്റിയുള്ള ഡാറ്റ. നിങ്ങൾക്ക് കൂടുതലായിട്ട് അറിയണമെങ്കിൽ അവരെ നേരിട്ട് കോൺടാക്ട് ചെയ്യാം. ഇനി ഐസ്ക്രീമിന് സ്കോപ്പ് ഉണ്ടോ, അതാണ് ഒരു ചോദ്യത്തിന്. ഐസ്ക്രീമിന് എപ്പോഴും സ്കോപ്പ് ഉണ്ട്. ഏത് ബ്രാൻഡുകൾ തുടങ്ങിയാൽ ഐസ്ക്രീമിന് നല്ല സ്കോപ്പുള്ള ഒരു സംഭവം തന്നെയാണ്. ഔട്ട്ലെറ്റ് വഴി അല്ലാതെയും നിങ്ങൾക്ക് വേണമെങ്കിലും ഈ പറഞ്ഞ ചെറിയ വാഹനങ്ങളിലൊക്കെ ആയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഇവൻറ്റുകൾ നടക്കുന്നിടത്ത് നിങ്ങൾക്ക് കൊണ്ടുപോയിട്ട് ഐസ്ക്രീം കൊടുക്കാവുന്നതാണ്. എനിക്കൊന്ന് ഒരു ഔട്ട്ലെറ്റ് നമുക്കുണ്ടെങ്കിൽ ആ ഔട്ട്ലെറ്റിൻ്റെ കെയർ ഓഫിൽ നമുക്ക് ഇതുപോലെയുള്ള സംഭവങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. ഇവൻറ്റുകൾ നടക്കുന്നിടത്ത് അവിടെ ഒരുപാട് ഈ ടൈപ്പ് എല്ലാ ഐസ്ക്രീമും നമുക്ക് സെല് ചെയ്യാൻ പറ്റും. നല്ല രീതിയിൽ റവന്യൂ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ നമുക്ക് പറ്റുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഐസ്ക്രീം ആണെങ്കിൽ, അതിനൊരു പ്രത്യേക വെറൈറ്റി ടേസ്റ്റ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആൾക്കാർ അവിടെ തേടിയെത്തും. കൂടുതൽ ആൾക്കാർ ഒരാൾ വന്നിട്ട് പോയി കഴിഞ്ഞാൽ അടുത്തൊരാളും കൂടി കൂട്ടി വരും. അതുപോലെ തന്നെ നല്ല ഇരുന്ന് കഴിക്കാനുള്ള ഒരു അറ്റ്മോസ്ഫിയർ, സ്റ്റാഫിന് നമ്മളോടുള്ള ഒരു മനോഭാവം, അതുപോലെ തന്നെ നമ്മുടെ ആ ഒരു ടൈം, എത്ര ടൈമിനുള്ളിൽ നമുക്ക് ഡെലിവറി ചെയ്യുന്ന ആ ഒരു അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. ഇതൊക്കെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഇതൊക്കെ പ്രോപ്പർ ആണെങ്കിൽ കൂടുതൽ കസ്റ്റമേഴ്സ് അവിടെ വരും. ഒപ്പം തന്നെ ഇതിൻ്റെ ഫ്രാഞ്ചൈസീസ് കൂടുതൽ ആൾക്കാർ എനിക്കും ഇതുപോലൊരു ഫ്രാഞ്ചൈസി തുടങ്ങണം എന്നുള്ള ആഗ്രഹവും ഉണ്ടാവും. നല്ലൊരു ബ്രാൻഡാണ്, വളർന്നു വരുന്ന നല്ലൊരു ബ്രാൻഡാണ് സ്കൂപ്സോ എന്ന് പറയുന്നത്. സ്കൂപ്സോ ടീമിന് എല്ലാവിധ ആശംസകളും നേരുന്നു. അതുപോലെ തന്നെ ഇനി ഫ്രാഞ്ചൈസി എടുക്കാൻ താല്പര്യമുള്ളവർക്ക് നേരിട്ട് അവരെ കോൺടാക്ട് ചെയ്യാനും സാധിക്കുന്നതാണ്. സോ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാണെന്ന് വിചാരിക്കുന്നു. അതുപോലെ നിങ്ങൾക്ക് ഏതെങ്കിലും ഫ്രാഞ്ചൈസീസ് എടുക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഏതെങ്കിലും ഒരു ഫ്രാഞ്ചൈസി മോഡൽസ് നിങ്ങൾക്ക് ഐഡിയ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്തോളൂ. നമ്മൾ അതുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോസ് കാര്യങ്ങൾ റിസർച്ച് ചെയ്ത് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സ്, റിലേറ്റീവ്സ്, കോളേജ് എല്ലാവർക്കും അയച്ചു കൊടുക്കുക. വീഡിയോയുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാം. മറ്റൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. ഇറ്റ്സ് മീ ഷോണി സൈനിങ് ഓഫ്. ബൈ.